താരപ്പകിട്ടിലേക്ക് സ്വാഗതം. സൈറ പേരറിയാത്തവർ, വീട്ടിലേക്കുള്ള വഴി, ആകാശത്തിൻ്റെ നിറം, കാട് പൂക്കുന്ന നേരം, അങ്ങനെ എത്ര സിനിമകൾ മലയാളികൾക്ക് നല്ല സിനിമകൾ സമ്മാനിച്ച സംവിധായകൻ ഡോക്ടർ ബിജു ആണ് ഇന്ന് നമ്മളോടൊപ്പം താരപ്പകിട്ടിൽ. ബിജു ഏട്ടാ, സ്വാഗതം താരപ്പകിട്ടിലേക്ക്. കാട് പൂക്കുന്ന നേരം എനിക്ക് തോന്നുന്നു ഫെസ്റ്റിവലിൽ കേരളക്കര കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ത്രെഡ്? കാര്യം തിയേറ്റർ റിലീസായിട്ടില്ല. കേരളത്തിലെ ആദ്യത്തെ പ്രദർശനമാണ് നമ്മുടെ IFFKയിൽ സിനിമയുള്ളത്. ഇതിൻ്റെ ഒരു ത്രെഡ് ശരിക്കും മാവോയിസ്റ്റ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പ്രധാനമായും UAPA പോലെയുള്ള ചില കരിനിയമങ്ങൾ എങ്ങനെയാണ് നമ്മൾ സാധാരണ പൗരന്മാരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്, ഒരു ഭരണകൂടം എങ്ങനെയാണ് ആളുകളെ മാവോയിസ്റ്റ് പോലെ ബ്രാൻഡ് ചെയ്ത് അവരെ എങ്ങനെ വേട്ടയാടുന്നു എന്നൊക്കെയുള്ള ചില ആശയപരമായ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അതൊരു ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതിനിധിയും മാവോയിസ്റ്റ് ആശയങ്ങളോട് താല്പര്യമുള്ളൊരു ഒരാളും തമ്മിലുള്ള ഒരു സംവാദത്തിലൂടെ വികസിക്കുന്നതാണ് ഈ സിനിമ. കൃത്യമായി അതിനൊരു ഇപ്പോൾ ഒരു വലിയ സമകാലിക പ്രസക്തി ഉണ്ടായത് ഈ അടുത്തിടെ നടന്ന നിലമ്പൂർ ഏറ്റുമുട്ടൽ എന്നല്ല, വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകം എന്ന് തന്നെ പറയേണ്ടി വരും ചിലപ്പോൾ, മാവോയിസ്റ്റ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതുമായി വളരെ അടുത്ത് നിൽക്കുന്നു ഈ സിനിമ എന്നുള്ളതാണ് ഇപ്പോൾ അതിനെ ഏറെ പ്രസക്തമാക്കുന്നത്. ഇത്രത്തോളം ജനാധിപത്യവും സാക്ഷര പ്രബുദ്ധരും ഒക്കെ ഉള്ളൊരു സംസ്ഥാനത്ത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു അജണ്ടയായിട്ടുള്ളൊരു സായുധ വിപ്ലവം അത് നടപ്പിലാക്കാൻ കഴിയുമോ? ഇല്ല, അത് അങ്ങനെയൊരു സായുധ വിപ്ലവം കേരളത്തിൽ അങ്ങനെ ഒരു സാധ്യമായ ഒന്നല്ല. പക്ഷേ അങ്ങനെ ഒരു സായുധ വിപ്ലവത്തിൻ്റെ ഒരു രീതിയിലേക്ക് കേരളത്തിലെ ഏതെങ്കിലും മാവോയിസ്റ്റ് സംഘടനകൾ നീങ്ങിയതായിട്ട്, അങ്ങനെ ഒരു പരസ്യ ആക്രമണം നടത്തിയതായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തതായിട്ടോ നമുക്കറിവുമില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഈ ഒരു അങ്ങനെ അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അപ്പോൾ അവരുടെ മാർഗ്ഗം തന്നെയായാലും രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇപ്പോൾ നമ്മൾ തന്നെ പറയാറുണ്ട്, ചെഗുവേര ബൊളീവിയൻ കാടുകളിൽ നടത്തിയത് സായുധ വിപ്ലവമാണ്. അപ്പോൾ അത്തരത്തിലൊരു സായുധ വിപ്ലവമാണ് അവരുടെ ആശയമെങ്കിലും ആ മാർഗ്ഗത്തോട് നമുക്ക് എതിർപ്പുണ്ടെങ്കിലും അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അപ്പോൾ അത്തരം രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ രാഷ്ട്രീയമായ ആശയങ്ങൾ കൊണ്ടാണ് നേരിടേണ്ടത്. അത്തരം ആശയങ്ങൾ കൊണ്ട് നേരിട്ട് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയോ നിയമപരമായി ഉള്ള മാർഗ്ഗങ്ങളിലേക്ക് നിയമപരമായി അവരെ നേരിടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് പകരം ഒരു ജനാധിപത്യ വിരുദ്ധമായി വെടിവെച്ച് കൊല്ലുക എന്നൊക്കെ പറയുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിന് ഭൂഷണമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എവിടെയായിരുന്നു ലൊക്കേഷനൊക്കെ കാട് പൂക്കുന്നത്? ഇത് അച്ചൻകോവിലാണ് ഷൂട്ട് ചെയ്തത്. കാരണം ഇത് ശരിക്കും വയനാട് നിലമ്പൂർ മേഖലകളിലാണ്. നിലമ്പൂരാണ് ആദ്യം ഞങ്ങൾ ലൊക്കേഷൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ആ സമയത്തൊക്കെ അവിടെ ഒരു മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് പോലീസിൻ്റെ തിരച്ചിൽ വളരെ ശക്തമായി കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. വയനാട്ടിലും അത് തന്നെ. വയനാട്ടിൽ തണ്ടർബോൾട്ട് എന്ന് പറയുന്ന മാവോയിസ്റ്റ് വേട്ടയ്ക്കുള്ള ഒരു പ്രത്യേക സേനയുണ്ട്, തണ്ടർബോൾട്ട്. അപ്പോൾ അവരുടെ ഒരു സാന്നിധ്യം കൂടുതലായിട്ടുള്ള ഏരിയയാണ് ഈ നിലമ്പൂരും വയനാടും. അപ്പോൾ അവിടെ നമ്മൾ ഇത്തരം വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സിനിമയാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ ഒരു പക്ഷേ ഈ തണ്ടർബോൾട്ട് അത്തരം സിനിമ ഷൂട്ട് ചെയ്യാനുള്ള ഒരു അനുമതിയല്ല, അത് ചിലപ്പോൾ തടസ്സം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നമുക്കൊരു വിവരം കിട്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പെർമിഷനൊക്കെ ബുദ്ധിമുട്ടിയോ? നമുക്ക് വനമായതുകൊണ്ട് എന്തായാലും സർക്കാരിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാം റിസർവ് ഫോറസ്റ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ വയനാട്ടിലെ കാടുകളിലോ നിലമ്പൂരെ കാടുകളിലോ പെർമിഷൻ ചോദിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ സിനിമയാണെന്ന് അറിയാവുന്നതുകൊണ്ടും കുറച്ച് ഒരുപക്ഷെ സിനിമ ഷൂട്ട് തുടങ്ങുമ്പോൾ ഇതിൻ്റെ പ്രമേയം ചെറുതായിട്ടൊക്കെ പുറത്തു വരുമെന്നുള്ളതുകൊണ്ടും സിനിമയുടെ ഒരു ഇൻബിറ്റ്വീൻ ചിലപ്പോൾ അതിനൊരു തടസ്സം നേരിട്ടേക്കാൻ സാധ്യതയുണ്ടെന്നൊരു തോന്നലുണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഈ അച്ചൻകോവിൽ പോലുള്ള ഒരു പ്രദേശത്താണെങ്കിൽ പിന്നെ ആ വിഷയമില്ല. ഒരു മാവോയിസ്റ്റ് ഇഷ്യൂ ഉള്ള ഒരു സ്ഥലമല്ല, ഈ പോലീസിൻ്റെ ഒരു തിരച്ചിൽ അങ്ങനെ കാര്യമായി വരാത്ത ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അച്ചൻകോവിൽ പോലുള്ള ഒരു സ്ഥലത്ത്. അച്ചൻകോവിലും പിന്നെ കുറച്ച് പോർഷൻ ചിത്രീകരിച്ചത് കോന്നിയിലാണ്. കോന്നിയിൽ അടവി എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. അപ്പോൾ അവിടെയുമായിട്ട് ഈ 2 സ്ഥലങ്ങളായിട്ടാണ് സിനിമ ചിത്രീകരിക്കുന്നത്. എന്താണ് മനസ്സിലൊരു സിനിമ എന്നുള്ള ഒരു ആശയം കയറി വന്നത്? എനിക്കും ഒരു സംവിധായകനാകണം എന്നൊരു തോന്നൽ? എനിക്കൊന്ന് ഞാനിവിടെ തിരുവനന്തപുരത്ത് പഠിക്കാൻ വന്ന സമയത്താണ് തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ആരംഭിക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് അതുവരെ ഞാൻ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ നമ്മൾ അതുവരെ അവിടുത്തെ നമ്മുടെ തിയേറ്ററുകളിൽ കാണാവുന്ന സിനിമകളൊക്കെ കണ്ടിട്ടുള്ളൂ. ഇവിടെ വരുമ്പോഴാണ് ഈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് സിനിമ കാണാൻ ഒരു അവസരം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ സിനിമ കാണുമ്പോഴാണ് ഈ പുറത്തു നിന്നുള്ള നിരവധി സിനിമകൾ കണ്ടു തുടങ്ങുന്നത്. അങ്ങനെ സിനിമകൾ കാണുമ്പോഴാണ്, സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ട സിനിമകൾ മാത്രമല്ല, അത് വേറൊരു തരത്തിലുള്ള സിനിമകളാണ്. മറിച്ച് ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന സിനിമകൾ, ശക്തമായ രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമകൾ,
സാമൂഹ്യ പ്രശ്നങ്ങൾ സംസാരിക്കുന്ന സിനിമകൾ. അപ്പോൾ സിനിമ ഇങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ സംസ്കാരം അറിയിക്കുന്ന അതെ, അപ്പോൾ സിനിമ ഇങ്ങനെയൊരു മീഡിയം കൂടിയാണ്. നമുക്കൊരു വെറുതെ ചിരിക്കാനും രസിക്കാനും മാത്രമല്ല, മറിച്ച് നമ്മുടേതായ ചില ആശയങ്ങൾ പറയാനുള്ളൊരു മീഡിയം കൂടിയാണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നത് അങ്ങനെയുള്ള സിനിമകൾ കാണുമ്പോഴാണ്. അപ്പോൾ സിനിമ ഒരു രാഷ്ട്രീയമായ ഒരു ടൂളാണ്, സാമൂഹ്യമായ ഒരു ടൂൾ കൂടിയാണെന്ന് ബോധ്യപ്പെടുന്നത് അങ്ങനെ സിനിമകൾ കാണുമ്പോഴാണ്. രാഷ്ട്രീയപരവും സാമൂഹികപരമായ ടൂളാണ് സിനിമ. എനിക്ക് എൻ്റെ സിനിമയിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്, ഇത് ജനങ്ങളിലേക്ക് എത്തിക്കണം. ഇതൊരു സംവിധായകൻ തീരുമാനിക്കുമ്പോൾ അതിന് ആദ്യം നമ്മൾക്ക് കൺവിൻസ് ചെയ്യേണ്ടത് പ്രൊഡ്യൂസറെയാണ്. അപ്പം ഇത്തരം ഒരു ചിന്തകൾ കൊണ്ട് മലയാള സിനിമ എന്ന് പറഞ്ഞാൽ, മലയാള സിനിമയിൽ ഈസ് ബ്ലെസ്ഡ് വിത്ത് റിച്ച് ടാലൻസ്. അതുപോലെ തന്നെ കൊമേഴ്സ്യൽ സിനിമകളും സമാന്തര സിനിമകളും ഒരു പരിധി വരെ ഉണ്ട്. എത്രത്തോളം ബുദ്ധിമുട്ടി ആദ്യകാലങ്ങളിൽ? ആദ്യകാലങ്ങളിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു നിർമ്മാതാവിനെ കണ്ടുപിടിക്കാൻ. 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഞാനങ്ങനെ ഒരു എന്താ പറയുക, സിനിമയും ഒരു ബന്ധമില്ലാത്ത ഒരാളാണ്, സിനിമയിലൊരു പരിചയവും ഇല്ലാത്ത ഒരാളാണ്. പിന്നെ അതുകൊണ്ട് തന്നെ ഒരു പ്രൊഡ്യൂസർക്ക് നമ്മളെ എന്താ പറയുക, ഒരു ബിലീവ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല നമ്മൾ ചെയ്യുന്ന ഒരു വാണിജ്യ വിജയം നേടുന്ന ഒരു സിനിമയല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കുക വലിയ ബുദ്ധിമുട്ടാണ്. ആദ്യത്തെ സിനിമ ഞാൻ 2000-ലാണ് സ്ക്രിപ്റ്റ് പൂർത്തിയാക്കുന്നത്. 2005-ലാണ് ആ സിനിമ പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ഒരു 5 വർഷം അതിനുവേണ്ടിയുള്ള ശ്രമമായിരുന്നു നിർമ്മാതാവിനെ കണ്ടുപിടിക്കുക. പക്ഷേ ഒടുവിൽ അങ്ങനെ ഒരു നിർമ്മാതാവിനെ കിട്ടാതെ വന്നപ്പോഴേ ഒരു സാഹസം എന്നുള്ള രീതിയിൽ ഞാനപ്പോൾ എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം ഞാൻ തന്നെ കുറച്ച് ബാങ്ക് ലോണൊക്കെ എടുത്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എൻ്റെ ഒരു സുഹൃത്തുണ്ട് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ, അദ്ദേഹം പിന്നെ ആ സിനിമയിലേക്ക് ഇൻവോൾവ് ആവുകയും അതെ പൂർത്തിയാക്കാൻ അദ്ദേഹം സഹായിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് സൈറ ഉണ്ടാകുന്നത്. 5 വർഷത്തെ ഒരു പ്രയത്നമുണ്ടായിരുന്നു ആ സിനിമയ്ക്ക്. പണ്ട് കാലങ്ങളിൽ ആണോ എന്നറിയില്ല, ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമ ഒരു ഷോക്കേസിൽ ഒരു അവാർഡ് ശില്പം വയ്ക്കുമ്പോഴാണോ അതോ തിയേറ്ററിൽ ലാഭം നേടുമ്പോഴാണ് കൂടുതൽ സംതൃപ്തനാവുന്നത്? അത് ആ പ്രൊഡ്യൂസറുടെ ഒരു കാഴ്ചപ്പാട് പോലെ ഇരിക്കും. ഇപ്പോൾ സിനിമയെ ഒരു ബിസിനസ്സായിട്ട് മാത്രം കാണുന്ന ഒരു പ്രൊഡ്യൂസർക്ക് എപ്പോഴും സിനിമ നിർമ്മിച്ചു കഴിഞ്ഞിട്ട് പണം കിട്ടുമ്പോൾ തന്നെയാണ് അത് അവർക്ക് ഇതുണ്ടാകും. അപ്പോൾ അവരത് സിനിമയെ ഒരു കലയായിട്ടൊന്നുമല്ല കാണുന്നത്. സിനിമ ഒരു ഇൻഡസ്ട്രി ആണ്, ഒരു മറ്റേതൊരു ഇൻഡസ്ട്രി പോലെ ഒരു ഇൻഡസ്ട്രിയാണ്. നമ്മൾ ഫിലിം ഇൻഡസ്ട്രി തന്നെയാണല്ലോ പറയുന്നത്, മറ്റൊരു കലയും അങ്ങനെ ഇൻഡസ്ട്രി ആയിട്ട് നമ്മൾ പറയാറില്ല. അപ്പോൾ അതൊരു ഇൻഡസ്ട്രി ആയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ തന്നെയാണ് പറയുക. നമ്മളത് ഒരു സിനിമയ്ക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരു കലയ്ക്കല്ല, ഒരു സിനിമയ്ക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു, അത് തിരിച്ചു കിട്ടുന്നു. അപ്പോൾ അങ്ങനെയുള്ള നിർമ്മാതാക്കളെ ഒരിക്കലും ഞങ്ങളുടെ ഒന്നും സിനിമകൾക്ക് പറ്റിയവരല്ല. നമ്മുടെയൊക്കെ സിനിമകൾക്ക് അതിനകത്തേക്ക് ഇടപെടുന്ന പ്രൊഡ്യൂസേഴ്സ് തീർച്ചയായിട്ടും കുറച്ചുകൂടി ഒരു സാമൂഹ്യ ബോധമുള്ള, കുറച്ചുകൂടി ഒരു സാംസ്കാരിക ബോധമുള്ള, ഒരു കലാപരമായിട്ട് കുറച്ചുകൂടി ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കതൊരു ഇൻവെസ്റ്റ്മെൻ്റ് അല്ല, അവരത് ആ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള പദം മാറ്റി വെച്ച് അവരുടെ ഒരു സപ്പോർട്ട് എന്നുള്ളതാണ്. ഈ ചിന്തകൾ മാറ്റിയെടുക്കാൻ ബിജുവേട്ടൻ്റെ സിനിമകൾക്ക് ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു ഉണ്ട്. കാരണം ഇപ്പോൾ പല നിർമ്മാതാക്കളും നമ്മുടെ സിനിമകൾ നിർമ്മിക്കാം എന്നുള്ള ഒരു രീതിയിലേക്ക് വരുന്നുണ്ട്. എത്രത്തോളം താരങ്ങളുടെ നമുക്ക് കോള് കിട്ടാറുണ്ട്, യെസ് ഞങ്ങൾക്കും സിനിമ ചെയ്യണമെന്ന് പറഞ്ഞു? നിരവധിയുണ്ട്. പ്രധാന താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ നമ്മുടെ സിനിമകളിൽ ഭാഗമാകാൻ താല്പര്യമാണെന്ന് പലപ്പോഴും ഫോൺ വിളിച്ചും അല്ലാതെയൊക്കെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഒട്ടേറെ താരങ്ങൾ, മുൻനിര താരങ്ങൾ തന്നെ അത്തരം സിനിമകളിൽ ഇപ്പോൾ നമുക്ക് താല്പര്യമാണ്, നമുക്ക് പറ്റുന്ന വേഷങ്ങൾ വരുമ്പോൾ വിളിക്കണമെന്ന് പറയാറുമുണ്ട്. നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്, അവരെ സഹകരിപ്പിക്കുന്നതിന് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ അവർക്ക് പറ്റുന്ന ഒരു നമ്മളിപ്പോൾ ഒരു അവർക്ക് വേണ്ടി ഒരു തിരക്കഥ എഴുതുക എന്ന് പറയുന്നത് നമുക്ക് പോസിബിൾ അല്ല. ഞാനെപ്പോഴും നമുക്ക് ഒരു വിഷയം കണ്ടെത്തുന്നു, ആ വിഷയത്തിലൊരു സ്ക്രിപ്റ്റ് പൂർത്തിയാകുന്നു, അതിനുശേഷം മാത്രമാണ് താരങ്ങളെ. വിഷയം സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്ന സിനിമ പേരറിയാത്തവരാണ്. അതെ. കാര്യം ഒരു സംവിധായകൻ്റെ ആവിഷ്കാരമാണ് സിനിമ എന്ന് പറയുന്നത്. ഹാസ്യ മേഖലയിൽ നിന്ന് ജനങ്ങളെ ചിരിപ്പിച്ച ഒരു നടനാണ് സുരാജ് വെഞ്ഞാറമൂടിന്. അദ്ദേഹത്തിൻ്റെ മാനറിസവും ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു വളരെയധികം നന്നായി അഭിനയിച്ചൊരു സിനിമയാണ്. എത്രത്തോളം ആദ്യം അങ്ങനെ ഒരു കോൺഫിഡൻസ്, ആദ്യം എങ്ങനെയാണ് സുരാജിനെ അത് കൺവിൻസ് ചെയ്ത്? സുരാജ് എന്തെങ്കിലും പറഞ്ഞു എനിക്കിത് ചെയ്യാൻ പറ്റുമോ? ആ ഒരു ചർച്ച എങ്ങനെയായിരുന്നു? ഇല്ല, അത് ആ സിനിമയിൽ സുരാജിനെ കാസ്റ്റ് ചെയ്യുമ്പോഴേ ഞാൻ നേരെ സുരാജിൻ്റെ അടുത്ത് കഥ പറയുമായിരുന്നു. കഥ പറഞ്ഞിട്ട് കഥ പറഞ്ഞപ്പോൾ തന്നെ സുരാജ് നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് സുരാജിനെ കാസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം സുരാജിന് വളരെ എന്താ പറയുക, ഒരു സാധാരണക്കാരൻ്റെ ബോഡി ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ആ സിനിമയിൽ ഒരു സാധാരണക്കാരൻ വളരെ കാഷ്വലായിട്ടാണ്. മാത്രമല്ല സുരാജിൻ്റെ ഒരു ബേസ് ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്റ്റേജ് ഷോ ഒക്കെ ചെയ്യുകയും അതിന് മുമ്പും സുരാജ് സിനിമയിൽ എത്തുന്നതിന് മുമ്പും ജനങ്ങളുമായിട്ട് വളരെ അടുപ്പവും ഈ പറയുന്ന പോലെ ബസ്സിലുള്ള സഞ്ചാരവും ബസ് സ്റ്റാൻഡുകളിൽ ഉറക്കവും ഒക്കെ ഉള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഈ സിനിമയിലുള്ള ക്യാരക്ടേഴ്സിനെയൊക്കെ സുരാജിനെ നേരത്തെ തന്നെ ഒരു നിത്യജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടി ആ എക്സ്പീരിയൻസ് കുറച്ചുകൂടി ആ ക്യാരക്ടറിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് സുരാജിനെ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സുരാജ്
ആയിട്ട് ചർച്ച കഴിഞ്ഞപ്പോൾ സുരാജ് പറഞ്ഞു ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് സുരാജ് തന്നെ പറഞ്ഞു ഞാനൊരു ബ്ലാങ്ക് പേപ്പറായിട്ട് ഞാൻ ചെയ്ത സിനിമകൾ പോലെ ഒന്നും ആയിരിക്കില്ല ഇത്. അപ്പോൾ ഞാനൊരു ബ്ലാങ്ക് പേപ്പറായിട്ട് വരുന്നു, സാർ എങ്ങനെ വേണമെങ്കിലും എന്നെ ഉപയോഗിച്ചോളൂ എന്ന്. അപ്പോൾ സുരാജ് ശരിക്കും നമ്മുടെ സെറ്റിലെത്തുന്നത് വളരെ ഒരു ബ്ലാങ്ക് പേപ്പറായിട്ട് പോലെയാണ്. സുരാജ് അതുവരെ ചെയ്ത സിനിമകളിൽ നിന്നൊക്കെ മാറിയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ നടക്കണമെന്ന് പറയുന്നത് അങ്ങനെ തന്നെ നടക്കുന്നു, എങ്ങനെ നോക്കണമെന്ന് പറയുന്നത് അങ്ങനെ തന്നെ നോക്കുന്നു. സുരാജിന് വളരെ ഹാർഡ്ലി ഒരു 10-12 ഡയലോഗേ ആ സിനിമയിലുള്ളൂ. പക്ഷേ ആ സുരാജിൻ്റെ ലുക്കും ബോഡി ലാംഗ്വേജും ഒക്കെ നമുക്കത് അങ്ങനെ ആ രീതിയിൽ വഴിപ്പെടുന്നൊരു നടനാണ് സുരാജ്. അപ്പോൾ അത് തന്നെയാണ് ഒരു നടൻ എന്നുള്ള രീതിയിൽ ഒരാളെ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊണ്ടിരുന്നത്, ഇമ്പോർട്ടൻ്റ് ആക്കുന്നത് സട്ടിലായിട്ട് ആക്ട് ചെയ്യുമ്പോഴാണ്. ലൗഡായിട്ട് ആക്ട് ചെയ്യാൻ എല്ലാവർക്കും പറ്റും, വളരെ സട്ടിലായിരുന്നു കാണുമ്പോൾ തന്നെ. പക്ഷെ ആ ഒരു സിനിമ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അതിന് പിന്നിലൊരു കഥ ആ സമയത്ത് കേട്ടതാണ്. മലയാള സിനിമയിലെ 3-4 നടന്മാരെ താരങ്ങളെ തന്നെ അതിനുവേണ്ടി അപ്രോച്ച് ചെയ്യുകയും അവർ നോ പറയുകയും ചെയ്തു. അതെ അതെ, അവർ നമ്മുടെ ഒരു നോ അല്ലായിരുന്നു, അവർ ഒരു 3-4 താരങ്ങളുമായിട്ട് ഡിസ്കഷൻ ഉണ്ടായിരുന്നു ആ സിനിമ ഈ പറഞ്ഞ പോലെ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു താരത്തെ ഒരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനായിട്ട് നമ്മളൊരു ഡിസ്കഷൻ നടത്തി കഴിഞ്ഞിട്ട് ഒരു ടൈം ഫ്രെയിം വെക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിനകത്ത് നമുക്കത് ചിത്രീകരിക്കണം. ആ സമയത്തിനകത്ത് അവർക്ക് പറ്റിയില്ലെങ്കിൽ ഞാനത് അവരെ ഒഴിവാക്കുകയാണ് പതിവ്. അപ്പോൾ ഇതിലും അങ്ങനെയാണ് സംഭവിച്ചത്. അതിൽ 2-3 താരങ്ങളും ചെയ്യാം എന്നുള്ളത് പറയുകയും ജയസൂര്യയും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ പിന്നെ ഇത് ചെയ്യാമെന്ന് പറയും. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു സമയത്തിന് അവരുടെ ഒരു ഡേറ്റുമായിട്ടത് കൺവീനിയൻ്റ് ആവുന്നില്ല. അവരങ്ങനെ നീട്ടി അങ്ങനെ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് പോകേണ്ടി വരുന്നു എന്ന് ബോധ്യമായപ്പോൾ ഞാൻ തന്നെ അത് അവരെ നിന്ന് മാറി ആലോചിച്ചിട്ട് പുതിയെല്ലാം സുരാജിലേക്ക് പോവുകയായിരുന്നു. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഇത്തരം ആൾക്കാരായിരുന്നു മനസ്സിൽ, എൻ്റെ സിനിമയിലെ നായകൻ ഇന്ന ആയിരിക്കും. ആ ക്യാരക്ടർ ആർക്കും വഴങ്ങുന്ന ഒരു ക്യാരക്ടറാണ്. അതായത് ഒരു സാധാരണ രീതിയിൽ ഒരു സാധാരണക്കാരനായി അഭിനയിക്കാൻ പറ്റുന്നൊരു ബോഡി ലാംഗ്വേജുള്ള ആർക്കും വഴങ്ങുന്ന ഒരു ക്യാരക്ടറാണ്. ഓരോരുത്തർക്കും ആ ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരവരുടെ കോൺട്രിബ്യൂഷൻ പിന്നീട് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു പക്ഷേ ദിലീപോ ജയസൂര്യോ ആ ക്യാരക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരു മാനറിസം കുറച്ചുകൂടി വ്യത്യസ്തമാകും. സുരാജിൻ്റെ ഒരു മാനറിസം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു മാറ്റം വന്നതും വളരെ നന്നായി. സുരാജ് അത് കുറച്ചുകൂടി ആപ്റ്റായിട്ട് തന്നെ അതിൻ്റെ ഒരു ക്യാരക്ടർ കുറച്ചുകൂടി ഡെപ്തിലത് ചെയ്യുകയുണ്ടായി. ഒരു പക്ഷേ ദിലീപോ ജയസൂര്യ ആയിരുന്നെങ്കിൽ അത് വേറൊരു തരത്തിലായിരിക്കും ഉണ്ടാവുക. മോശമാണെന്നുള്ളതല്ല, അവരുടെ അവരുടെ ഒരു രീതിയുടെ അനുസരിച്ചുള്ള ഒരു അഭിനയത്തിലേക്കൊക്കെ ആവാം ചിലപ്പോൾ അത് മാറിപ്പോകും. ഒരു പക്ഷേ ഈ ഒരു തീവ്രത അതിന് കിട്ടുമായിരുന്നോ, ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ തീവ്രത കിട്ടുമായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? എനിക്കൊരു വിഷമമായി, കാര്യം എൻ്റെ ഒരു സിനിമ ഇതിനു വേണ്ടി ഞാൻ അപ്രോച്ച് ചെയ്തു, അപ്പോൾ എനിക്ക് ഇല്ല അങ്ങനെ ഒരു വിഷമമൊന്നുമില്ല. കാരണം അത് അവരുടെ ഒരു സമയത്തിന് വേണ്ടി ഞാൻ വീണ്ടും കാത്തിരുന്നാൽ ചിലപ്പോൾ അവർ ആ സിനിമ ചെയ്തേനെ. പക്ഷെ അങ്ങനെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറില്ലാത്തതുകൊണ്ടാണ് ഞാനത് പോകുന്നത്. അത് എൻ്റെ ഒരു ഡിസിഷൻ തന്നെയായിരുന്നു. ഇപ്പോൾ ഒരുപക്ഷെ ദിലീപ് തന്നെ ആ സിനിമ ചെയ്യുമായിരുന്നു. ഞാൻ വീണ്ടും ഒരു 6 മാസമോ 7 മാസമോ ദിലീപിൻ്റെ മറ്റ് പ്രോജക്റ്റുകളുടെ ഒരു തിരക്കൊഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ചിലപ്പോൾ ചെയ്യുമായിരിക്കാം. ജയസൂര്യയും അങ്ങനെ തന്നെയായിരിക്കും. ജയസൂര്യ ആ സമയത്ത് ഒരു പ്രോജക്റ്റുകളുടെ കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളൊരു ധാരണയാണെങ്കിൽ ചെയ്യാം. പക്ഷേ അത്ര കാലം എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. എനിക്കങ്ങനെ ഒരു താരത്തിനും വേണ്ടിയിട്ട് അത്ര കാലം എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. അതെൻ്റെ ഡിസിഷനാണ്. എൻ്റെ സിനിമ എന്ന് പറയുന്നത് എനിക്ക് പറ്റുന്ന സമയത്ത് എൻ്റെ പൂർണ്ണമായ ഒരു നിയന്ത്രണത്തിലായിരിക്കണം. എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സമയത്തായിരിക്കണം എനിക്ക് ആ സിനിമ ചെയ്യുന്നത്. അതിലേക്ക് വഴിപ്പെടുന്ന താരങ്ങളും മതി എനിക്ക്. അപ്പോൾ ആദ്യം നമ്മളൊരു സംസാരിച്ചു എന്നുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ പേരിൽ അവർക്ക് വേണ്ടി ആനന്ദമായിട്ട് കാത്തിരിക്കാൻ പറ്റില്ല. ഇപ്പോഴും ദിലീപും ജയസൂര്യയുമായിട്ട് വളരെ നല്ല സുരാജ് തീർച്ചയായിട്ടും സുരാജിന് അവാർഡ് കിട്ടുമ്പോഴും രണ്ടുപേരും എന്നെ വിളിച്ചിരുന്നു. അതിനുശേഷം ഞങ്ങൾ തമ്മിലിപ്പോൾ ദേശീയ പുരസ്കാരം കിട്ടാൻ ജയസൂര്യ ഒന്നിച്ചാണ് ഞങ്ങൾ ഇത്തവണ കിട്ടുക. അവരൊക്കെ നമുക്ക് വീണ്ടും എപ്പോഴായാലും ഒരു സിനിമ ചെയ്യണം എന്നുള്ള താല്പര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ അവർക്ക് വേണ്ടുന്ന ഒരു ഈ പറഞ്ഞ പോലെ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അവരുടെ മുഖത്തിനു കൂടി പറ്റുന്ന ഒരു വിഷയമായാലേ നമുക്ക് വീണ്ടും ആലോചിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം മാത്രമേ അതിനകത്തുള്ളൂ. IFFK എന്ന് പറയുന്ന ഒരു മേള സിനിമ നല്ല ഡെലിഗേറ്റ്സിനെയും നല്ല വ്യൂവേഴ്സിനെയും നല്ല സിനിമാ പ്രവർത്തകരെയും സംവിധായകരെയും ഒക്കെ സമ്മാനിക്കുന്നു. പക്ഷേ അന്തർദേശീയമായി നമ്മൾ യാത്ര ചെയ്യാൻ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. ഏകദേശം ഒരു വർഷത്തെ എനിക്ക് തോന്നുന്നു ഒരുപാട് എല്ലാ ഫെസ്റ്റിവലും നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഞാൻ കാണാറുണ്ട് ബിജുവേട്ടൻ ഓരോ ഫെസ്റ്റിവലും അറ്റൻഡ് ചെയ്യുകയാണെന്ന്. എങ്ങനെ മാനേജ് ചെയ്യും ഈ ഒരു ട്രാവൽ പ്ലാൻ? അത് ശരിക്കും നമ്മുടെ സിനിമയാണ് അതിൻ്റെ ഒരു ഫേറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മളൊരു സിനിമ ചെയ്തിട്ട് ആ സിനിമ ലോകത്തുള്ള മേളകളിലേക്ക് പോകാൻ മാത്രമുള്ള കരുത്തോ അങ്ങനെ ഒരു പ്രത്യേകതയോ ഇല്ലെങ്കിൽ ആ സിനിമകൾ പോകില്ല. അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ ചലച്ചിത്ര മേളകളിലും നമുക്ക് അവർ സെലക്ട് ചെയ്യുന്ന അവരുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസിഷനാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഏത് ചലച്ചിത്ര മേളയിലായിക്കോട്ടെ അവരൊരു 40 സിനിമ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എൻട്രിയായി ലഭിക്കുന്നത് ഏറ്റവും മിനിമം ഒരു 5000 സിനിമകളാണ്. അപ്പോൾ 5000 സിനിമകളിൽ നിന്നാണ് ഒരു 40 സിനിമകൾ മാക്സിമം അവർ സെലക്ട് ചെയ്യുന്നത്. ഈ 5000 സിനിമകളെന്ന് പറയുന്നത് ലോകത്തെ പല രാജ്യങ്ങളിൽ നിന്ന് പല ദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന സിനിമകളാണ്. അപ്പോൾ ആ സിനിമകളിൽ ഒരു 40 സിനിമ ആകണമെങ്കിൽ ആ സിനിമയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകണം. അവർക്ക് കൂടി തോന്നുന്ന പ്രത്യേകതകളുണ്ടാവണം. ആ സിനിമ ടെക്നിക്കലി പെർഫെക്റ്റ് ആയിരിക്കണം. അതിനകത്ത് യാതൊരു സംശയം ഉണ്ടാകാൻ പാടില്ല.
ആ സിനിമ കൈകാര്യം ചെയ്യുന്ന പ്രമേയത്തിനൊരു വ്യത്യസ്തത ഉണ്ടാവണം. നിലവിലുള്ള സിനിമകളിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ട് നമുക്ക് സിനിമ ചെയ്താലേ അങ്ങനെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കൊണ്ട് തന്നെ ഞാൻ സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള വശങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആക്കാൻ കഴിയുന്നത്ര ശ്രമിക്കാറുണ്ട്. മേള എന്ന് പറയുകയാണെങ്കിൽ തന്നെ സാധാരണക്കാരും സിനിമാസ്വാദകരും ഇത്തരം സിനിമാ പ്രവർത്തകരുമായി ഒക്കെയുള്ള സംവദിക്കാനുള്ളൊരു നല്ല ഒരു വേദിയാണ്. അതെ അതെ അതെ. എത്രത്തോളം നമ്മുടെ സിനിമകളെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട് പുറം രാജ്യങ്ങളിൽ പോകുമ്പോൾ? എന്താണ് ഫീഡ്ബാക്ക്? അത് അവർക്ക് പൊതുവെ ഇന്ത്യൻ സിനിമകളെ പറ്റി അവർക്കാകെ അറിയാവുന്നത്, പല രാജ്യങ്ങളിലും അറിയാവുന്നത് ഹിന്ദി സിനിമ എന്നുള്ളത് മാത്രമാണ്. അത് മാത്രമല്ല അവരതിനെ വിശേഷിപ്പിക്കുന്നത് സോങ് ആൻഡ് ഡാൻസ് സിനിമ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. നമ്മൾ മലയാള സിനിമ എന്നുള്ളതോ അല്ലെങ്കിൽ ഇത്രമാത്രം റീജിയണൽ ലാംഗ്വേജ് നമുക്കുണ്ടെന്നുള്ളതോ ഒന്നും പലർക്കും അത് പരിചിതമല്ല. ഇപ്പോൾ പല പ്രശസ്ത സംവിധായകരും കാണുമ്പോൾ അവരൊന്നും ജീവിതത്തിൽ ഒരു മലയാള സിനിമ കണ്ടിട്ട് പോലും ഇല്ല. മലയാളം ഇൻഡസ്ട്രിയെ പറ്റി അവർക്കൊന്നും അറിയില്ല. മാക്സിമം അറിയാവുന്ന ഈ പറഞ്ഞൊരു ബോളിവുഡ് ഇൻഡസ്ട്രിയാണ്. അതുതന്നെയും അവർ പല സിനിമകളും കണ്ടിട്ടും ഉണ്ടാവില്ല. അപ്പം ഇത് കേൾക്കുമ്പോൾ അവർക്ക് വലിയ താല്പര്യമാണ്. ഇങ്ങനെ ഒരു ഇന്ത്യയിൽ ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാകുന്നുണ്ട്, ഡിഫറൻറ്റ് ഭാഷകളിൽ സിനിമകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത്രമാത്രം ഡിഫറൻറ്റ് ലാംഗ്വേജസ് ഉണ്ടെന്ന് അറിയുന്നത് തന്നെ അവർക്കൊരു വലിയ അതിശയമാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള സിനിമകൾ കാണാൻ അവർക്ക് വലിയ താല്പര്യം ഉണ്ടാകാറുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ പറഞ്ഞ പോലെ മലയാളത്തിൽ നിന്ന് തന്നെ വളരെ അപൂർവം സിനിമകളെ നമുക്കൊരു കേരളം കടന്ന് അല്ലെങ്കിൽ ഇന്ത്യ കടന്ന് പോകുന്നുള്ളൂ. നമ്മൾ സിനിമകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ആ സിനിമകളൊന്നും അങ്ങനെ നിരന്തരമായി ട്രാവൽ ചെയ്യുന്നില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. പണ്ട് അടൂരും അരവിന്ദനും ടി വി ചന്ദ്രനും ഒക്കെ അങ്ങനെ ജോൺ അബ്രഹാമും ഒക്കെ ഷാജിങ്കരനും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകളുടെ സിനിമകൾ നിരന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് ഇന്നിപ്പോൾ അങ്ങനെ നിരന്തരമായി സഞ്ചരിക്കുന്ന സിനിമകൾ വളരെ കുറവാണ്. അപ്പോൾ അതൊരു നമ്മൾ വളരെ ആലോചിക്കേണ്ടതാണ്. എന്തായിരിക്കും അങ്ങനെ ഒരു സംരംഭത്തിന് വേണ്ടി ഇനി എന്താണ് അടുത്തൊരു ശ്രമം എന്ന് പറയുന്നത്? ആരാണ് തുടങ്ങി വെക്കേണ്ടത്? അത് രണ്ട് രീതിയിൽ തുടങ്ങേണ്ടതുണ്ട്. ഒന്ന് ഫിലിം മേക്കേഴ്സ്. നമ്മുടെ ഇപ്പോഴത്തെ പല പുതിയ ഫിലിം മേക്കേഴ്സിൻ്റെ ഒരു വലിയ പ്രശ്നം ഒരു വ്യത്യസ്തമായൊരു സബ്ജക്റ്റ് കിട്ടിയാൽ സിനിമയായി എന്നാണ് അവർ വിചാരിക്കുന്നത്. അതുമാത്രമല്ല, വ്യത്യസ്തമായ സബ്ജക്റ്റ് മാത്രമല്ല, ആ സബ്ജക്റ്റ് എങ്ങനെയാണ് ടെക്നിക്കലി പെർഫെക്റ്റ് ആയിട്ട് നമ്മളൊരു വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റ് എടുത്ത് അമച്ചറായ ഒരു സിനിമ ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല. അത് അമച്ചർ സിനിമയ്ക്ക് അപ്പുറത്തേക്ക് അതിൻ്റെ ഒരു മേക്കിംഗ് കുറച്ചുകൂടി നമ്മൾ മെച്ചപ്പെടുത്താറുണ്ട്. നമ്മൾ ലോക സിനിമയോടാണ് നമ്മൾ മത്സരിക്കുന്നത്. അപ്പോൾ ലോകത്തെ സിനിമകളോട് മത്സരിക്കുന്ന നിലവാരത്തിലുള്ള സിനിമകൾ മേക്ക് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടെങ്കിൽ നമുക്കത് ഈ ലോകത്തെ ഒരു മേളകളിലേക്ക് മത്സരിക്കാൻ നമുക്ക് ഒരു സ്പേസ് കിട്ടുകയുള്ളൂ. ഇനി അങ്ങനെ ഒരു സ്പേസ് ഉണ്ടായാൽ തന്നെയും അത്തരം സിനിമകളെ പ്രൊമോട്ട് ചെയ്യുവാനായിട്ട് നമ്മുടെ ഈ ഫെസ്റ്റിവലിനോടൊപ്പം തന്നെ ഫിലിം മാർക്കറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. അക്കാദമി അക്കാര്യത്തിൽ വളരെ സജീവമായിട്ടുള്ളൊരു ശ്രദ്ധ ഉണ്ടാക്കേണ്ടതുണ്ട്. എല്ലാ ചലച്ചിത്രമേളയ്ക്കും ഒപ്പം ഫിലിം മാർക്കറ്റുണ്ട്, പ്രധാനപ്പെട്ട മേളകൾക്ക്. പക്ഷേ നമ്മുടെ IFFKക്ക് അങ്ങനെ ഒരു വേദിയില്ല. ഏറ്റവും വലിയൊരു സാധ്യതയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ബയേഴ്സിനെ കൊണ്ടുവരികയും അവിടെ ചർച്ചകൾ നടക്കുകയും നെഗോസിയേഷൻ നടക്കുകയും നമ്മുടെ സിനിമകൾ ഷോക്കേസ് ചെയ്യുകയും അവരിഷ്ടപ്പെട്ട സിനിമകൾ വാങ്ങിക്കുകയും അതൊരു വലിയ സാധ്യതയാണ്. വലിയൊരു മാർക്കറ്റാണ്. നമ്മൾ ഇവിടെ കമേഴ്ഷ്യൽ സിനിമകൾ നമ്മൾ നിരവധി തിയേറ്ററുകളിലേക്ക് ഒരുമിച്ച് റിലീസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് പോലെ അത്തരത്തിലുള്ളൊരു സാധ്യതയാണ് ഇത്തരത്തിലുള്ള ആർട്ട് ഹൗസ് സിനിമകൾക്ക് അതാത് സ്ഥലങ്ങളിൽ ഫിലിം മാർക്കറ്റ് ഉണ്ടാവുകയും നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ ഫിലിം മാർക്കറ്റുകളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട കമ്പനികൾ വരുന്നുണ്ട്, ബയേഴ്സ് വരുന്നുണ്ട്, ടെലിവിഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് വരുന്നുണ്ട്, ഫെസ്റ്റിവലിൻ്റെ പ്രോഗ്രാമേഴ്സ്, ഡയറക്ടേഴ്സൊക്കെ വരികയും അപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകൾ അവർക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ അല്ലെങ്കിൽ അവരിലേക്ക് ഈ സിനിമകൾ എത്തില്ല. അപ്പോൾ അവർ ഈ സിനിമകൾ കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഇവിടെയൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സാണ് ഇതിനകത്ത് പ്രധാനം, അല്ലെങ്കിൽ അവരുടെ ഒരു കമ്മിറ്റിയുടെ ഡിസിഷനാണ്. എങ്കിൽ പോലും ആ കമ്മിറ്റിക്ക് മുമ്പിലേക്ക് നമ്മൾ ഇത്തരം സിനിമകൾ എത്തിക്കാൻ ഇങ്ങനെയുള്ള മാർക്കറ്റുകൾക്ക് സാധ്യമാകും. അല്ല, ഒരു ശ്രമം നടത്തിയാൽ തന്നെ എനിക്ക് തോന്നുന്നു ഇത് വലിയൊരു വിജയമായി. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അക്കാഡമിക്ക് എന്തോ അതിനകത്തൊരു പേടിയുണ്ടെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നു. ഞാനിതൊക്കെ നിരന്തരമായി എത്രയോ വർഷങ്ങളായിട്ട് പറയുന്ന കാര്യമാണ്. പക്ഷേ അപ്പോഴൊക്കെ അക്കാഡമി പെട്ടെന്ന് പറയുന്നത് ഇത് നമുക്ക് സാധ്യമാവില്ല, അതിന് വലിയ ചിലവ് വരുന്നുണ്ട്, അത് അത്ര ബയേഴ്സ് ഇവിടെ എത്തില്ല എന്നൊക്കെയുള്ള ആശങ്കകളാണ് പങ്കുവെക്കുന്നത്. ഇത്തരം ആശങ്കകൾ നിലനിൽക്കെ ഇത്തരം ഒരുപാട് മേളകൾ യാത്ര ചെയ്തിട്ടുണ്ട്, അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, മേളകളിൽ സ്വന്തം സിനിമകൾ സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഈ അനുഭവം എന്ന് പറയുന്ന അനുഭവ സമ്പത്ത് തന്നെയാണ്. അപ്പം ഇത്തരം സാഹചര്യത്തിൽ മന്ത്രിയെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് ഒരു പ്രപ്പോസൽ കൊടുക്കണം, അല്ലെങ്കിൽ ഇത് നടത്തിയെടുക്കണം, അങ്ങനെ ഒരു ശ്രമം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ തന്നെ വളരെ ഇനിഷ്യേറ്റ് ചെയ്തിട്ട് നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നത്. ഫിലിം മാർക്കറ്റ് എങ്ങനെയാണ് സംഘടിപ്പിക്കേണ്ടത്, ഫിലിം മാർക്കറ്റിൽ എന്തൊക്കെ ഘടകങ്ങളാണ് ഉണ്ടാവേണ്ടത്. രണ്ട് കാര്യങ്ങളായിരുന്നു അതിൽ പ്രധാനമായിട്ടും. അതായത് നല്ല സിനിമകൾക്ക് ഏത് തരത്തിൽ സബ്സിഡി കൊടുക്കാം, രണ്ട് ഫിലിം മാർക്കറ്റ് എങ്ങനെ സംഘടിപ്പിക്കാം. ഇതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഞാൻ വളരെ ഇനിഷ്യേറ്റ് ചെയ്ത് തയ്യാറാക്കി. അതിൽ രൻ രാജേന്ദ്രൻ, കമൽ സാറ്, ബി ഉണ്ണികൃഷ്ണൻ, ശശി പരവൂർ, ഞങ്ങൾ 5 പേര് കൂടി പിന്നീട് ഞാൻ അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി അവരെ കൂടി ഉൾപ്പെടുത്തി ചർച്ച ചെയ്യുകയും അതൊരു ഫൈനലൈസ് ചെയ്തിട്ട് അങ്ങനെ ഒരു വലിയ റിപ്പോർട്ടാക്കി ഞങ്ങളത് 1 വർഷം മുമ്പ് തന്നെ സബ്മിറ്റ് ചെയ്യുന്നതാണ്. അന്നത്തെ മിനിസ്ട്രിക്ക് കൊടുത്തിരുന്നു. അതിനുശേഷം പുതിയ ഗവൺമെൻറ് വന്ന
ചാർജ് എടുത്ത സമയത്ത് തന്നെ ഇതിൻ്റെ വീണ്ടും ഒരു കോപ്പി കൂടി മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു സജീവമായിട്ട് അവരത് കണക്കിലെടുക്കുകയോ ആലോചിക്കുകയോ ചെയ്യാറില്ല.